കേരളത്തിലെ തന്നെ ഏറ്റവും മികവാർന്ന ഭരണം നിർവഹിച്ച കോർപ്പറേഷനുകളിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടാൻ കഴിയുന്നതാണ് എറണാകുളത്തെ കൊച്ചി കോർപ്പറേഷൻ. പക്ഷേ കൊച്ചി കോർപ്പറേഷനിൽ അത്ഭുതകരമായി UDF മുന്നേറ്റം ഉണ്ടാകുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണമെടുത്ത് പരിശോധിച്ചാൽ കൊച്ചി കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമെന്ന നിലയിൽ സാധാരണഗതിയിൽ താരതമ്യേന മറ്റു ജില്ലകളിൽ നിന്ന് കോൺഗ്രസ് സ്വാധീനം അല്പം കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഗൗരവപൂർണമായ പ്രതിപക്ഷ വിമർശനം പോലും ഉണ്ടായിട്ടില്ലാത്ത വിധം സർവ്വതാ സ്വീകാര്യമായ ഒരു ഭരണ നേതൃത്വം, ഒരു ഭരണസമിതിയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കൊച്ചി കോർപ്പറേഷൻ. പക്ഷേ അവിടെ അടക്കം UDFന് വലിയ മേൽക്കൈ ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭരണനിർവഹണത്തെ സംബന്ധിച്ച് ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോശം ഭരണനിർവഹണത്തിന് എതിരെയുള്ള വിധിയാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഏത് ഭരണനിർവഹണ പദ്ധതികളെ സംബന്ധിച്ചും അഭിമാനകരമായ നിലയിൽ കേരളം മുമ്പിലേക്ക് പോയ കാലമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ, അതോ ഭരണനിർവഹണത്തിൻ്റെയും നല്ല ഭരണത്തിൻ്റെയും വികസന മുന്നേറ്റങ്ങളുടെയും ഒക്കെ സാധ്യതകൾക്കപ്പുറം മറ്റെന്തെങ്കിലും ചില ഘടകങ്ങൾ, പുതിയ കാര്യങ്ങളാണോ കേരളത്തിലെ ഈ ജനവിധിയെ സ്വാധീനിച്ചിട്ടുള്ളത്? അതിൽ ഞാൻ ആവർത്തിക്കുന്നു, ഗൗരവപൂർണവും ആത്മപരിശോധന കലർന്നതുമായ ഒരു പഠനം നിർബന്ധമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ച് നടത്തും. മറ്റേതു തെരഞ്ഞെടുപ്പ് വിധിയിലും എന്നതുപോലെ സവിനയം ഈ തെരഞ്ഞെടുപ്പ് വിധി ഏറ്റുവാങ്ങി ജനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്കിടയിൽ അവ്യക്തതയുണ്ടെങ്കിൽ അതുകൂടെ ദൂരീകരിക്കാനുള്ള വർദ്ധിത വീര്യത്തോടുകൂടെയുള്ള ശ്രമങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ടേക്ക് പോകും. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.